നമസ്കാരം, മണി മാജിക്കിലേക്ക് സ്വാഗതം. ഒരാൾ അദ്ദേഹത്തിൻ്റെ വരുമാനം എങ്ങനെയാണ് ഫലപ്രദമായി വിനിയോഗിക്കേണ്ടതെന്നാണ് ഈ എപ്പിസോഡിൽ പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരാൾക്കൊരു ജോലി കിട്ടി, ആദ്യത്തെ ഒരു ശമ്പളം കിട്ടി. അപ്പോൾ എങ്ങനെ വിനിയോഗിക്കണം? സാധാരണഗതിയിൽ എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ ഒരു മൊബൈൽ മേടിക്കുക, അല്ലെങ്കിൽ അത്തരത്തിൽ അത്യാവശ്യമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങുക എന്നുള്ളതാണ് ആദ്യമായി ചെയ്യുന്നത്. അത്തരത്തിൽ നമ്മൾ സാലറി കിട്ടുമ്പോൾ തന്നെ ഇത്തരത്തിൽ പണം ചെലവഴിച്ചാൽ നമുക്ക് കാര്യമായ രീതിയിലൊന്നും മിച്ചം പിടിക്കാൻ പറ്റാതെ പോകും. അപ്പോൾ ആദ്യം സാലറി കിട്ടിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യേണ്ടത് ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എമർജൻസി ഫണ്ട് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്കറിയാം, ഈ കോവിഡ് കാലത്തൊക്കെ നമുക്ക് വരുമാനം ഇല്ലാതെ ആയ സമയത്ത് നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ളത്, ഇപ്പോൾ ഡെയിലി വേജസ് ആൾക്കാരെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പലപ്പോഴും ഒരു 30-50% പലർക്കും സാലറി കട്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ നടക്കേണ്ട ചില ആവശ്യങ്ങൾക്ക് അവിടെ ഒരിക്കലും ഒരു കുറവ് വരാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഒരു എമർജൻസി ഫണ്ട്, സാധാരണയായി പറയുന്നത് 6 months to 12, അതായത് 1 വർഷം വരെയുള്ള ഫണ്ട് നമ്മൾ ബാങ്കിൽ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ പ്രായോഗികമായി നമുക്ക് എല്ലാവരെയും കൊണ്ട് അത് സാധ്യമല്ല. പറ്റുമെങ്കിൽ ഒരു 3 മാസത്തെയെങ്കിലും നമ്മളുടെ അത്യാവശ്യത്തിന് ചിലവിനുള്ള തുക ബാങ്കിൽ സൂക്ഷിക്കുന്നതാണ് ഈ എമർജൻസി ഫണ്ട്. അപ്പോൾ ആദ്യമായി ഒരു സാലറി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 40-50% എമർജൻസി ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇനി ജോലി നഷ്ടപ്പെടുകയോ അതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സാലറി കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ട ഒരു എമർജൻസി ഫണ്ട് സ്വരൂപിക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത് ചെയ്യേണ്ടത് ഇൻഷുറൻസ് ആണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ള ഇൻഷുറൻസ്, ഒന്ന് ടേം ഇൻഷുറൻസ് ആണ്, രണ്ടാമത്തെ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, മൂന്നാമത്തെ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസ് ആണ്. എന്തിനാണ് ടേം ഇൻഷുറൻസ് എന്ന് വിചാരിച്ചാൽ, നമ്മളുടെ അഭാവത്തിൽ നമ്മുടെ ഫാമിലിക്ക്, അല്ലെ നമ്മുടെ ഡിപ്പെൻഡൻസിന് അവരുടെ ചിലവുകൾ നടന്നു പോകാനുള്ള ഒരു തുകയ്ക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ടേം ഇൻഷുറൻസ് നമ്മൾ ചേരുന്നത്. ഈ ടേം ഇൻഷുറൻസിന് ചേരുന്ന ആൾക്ക് അയാളുടെ ആ പണം പ്രയോജനപ്പെടണമെന്നില്ല. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അയാളുടെ ഫാമിലിക്കാണ് ആ പണം കൊണ്ട് കൂടുതൽ പ്രയോജനം ഉണ്ടാകുന്നത്. രണ്ടാമത്തെ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നമുക്കറിയാം, ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങി മാരകമായ പല രോഗങ്ങളും എപ്പോഴാണ് ആർക്ക് വരുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽത്ത് ഇൻഷുറൻസും ഒരു ക്രിട്ടിക്കൽ ഇൽനസ് ഇൻഷുറൻസും നമ്മൾ എടുക്കുന്നത്. ആദ്യമായി എമർജൻസി ഫണ്ടിന് പണം സ്വരൂപിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തതായി നമ്മൾ ആ പണം വിനിയോഗിക്കേണ്ടത് ഇതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ ഇൻഷുറൻസ്, ഈ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നീട് വരുന്ന തുകയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം FD ഒക്കെ, ഫിക്സഡ് ഡെപ്പോസിറ്റുകളൊക്കെ നല്ല മാർഗ്ഗമാണ്. FDയിൽ അത്യാവശ്യം ഒരു പണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് വേണേൽ നിക്ഷേപിക്കാം. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡയറക്റ്റ് നിക്ഷേപിക്കാം. അതുപോലെ NCD, പിയർ ടു പിയർ ലെൻഡിങ്, ഇങ്ങനെ ഓരോ അസറ്റ് ക്ലാസ്സിൽ നമ്മൾ നിക്ഷേപിക്കാം. കിട്ടുന്ന പണം മുഴുവൻ ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്സിൽ നിക്ഷേപിക്കാതെ പല അസറ്റ് ക്ലാസ്സുകളിലായി നിക്ഷേപിക്കുന്നതാണ് നല്ലത്. FDയിൽ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലേക്കാട്ടിലും കുറവ് റിട്ടേൺ ആണ് കിട്ടുന്നെങ്കിൽ പോലും അതിന് ഗ്യാരണ്ടി അല്ലെങ്കിൽ സെക്യൂരിറ്റി വളരെ കൂടുതലാണ്. അതായത് 100% നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മൾ FD, കുറച്ച് പണം FDയിൽ സൂക്ഷിക്കുക. SIP, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ പോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രീതി വഴി നമ്മൾ കുറേശ്ശെ പണം മ്യൂച്വൽ ഫണ്ടിൽ സ്വരൂപിക്കുക. നല്ലൊരു കോർപ്പസ് ആയതിന് ശേഷം നമ്മൾ കുറേശ്ശെ എമൗണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലോ മറ്റും നിക്ഷേപിക്കാം. ഇനി സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്കുകളിൽ SIP വാങ്ങുന്ന രീതിയിൽ അത്തരത്തിൽ വേണമെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്.